പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 14-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതം വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ അമ്മ പറയുന്നു, ഇയ്യോബിന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഓരോരുത്തരുടെയും പൂർവ്വകാല സ്ഥിതികൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും എന്ന് ദൈവവചനം ഉറപ്പിച്ചു പറയുന്നു. സത്യസന്ധമായും പരമാർത്ഥമായും ദൈവത്തെ അന്വേഷിക്കുകയും വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന പലരുടെയും സാമ്പത്തിക സ്ഥിതിക്ക് ഭേദം വരുന്നില്ല എന്ന് പരിഭവിക്കുന്നവരുമുണ്ട്. എന്നാൽ എല്ലാവരെയും പോറ്റുവാനും വഴി നടത്തുവാനും ദൈവം മതിയായവനും അങ്ങനെ ചെയ്യുന്നവനുമാണ്. ആമേൻ. എല്ലാ വിശുദ്ധന്മാരും സാമ്പത്തികമായി ഉയരുകയും ഒന്നിനും കുറവില്ലാത്തവരായി തീരുകയും ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. ചില ഭക്തന്മാർ സാമ്പത്തികമായി ഉയർന്നു എന്നും വരാം, മറ്റുള്ളവരും അങ്ങനെ ഉയരണമെന്നില്ല. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. ഒരുത്തിനെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക എന്നുള്ളത് ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. നമുക്കത് ചോദ്യം ചെയ്യുവാനാവുന്നതല്ല. അതിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഒരു കണ്ണിനും ആദരവ് തോന്നാതിരുന്ന നമ്മെ തേടിയെത്തിയതും നമ്മെ വീണ്ടെടുത്ത് ഉന്നത നിലയിൽ എത്തിച്ചതും നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതും യേശു ക്രിസ്തുവാണ്. യേശു ഉള്ളിൽ ആയിരുന്നത് കൊണ്ടാണ് ഒരുവന്റെ സ്ഥിതി മെച്ചപ്പെടുവാൻ കാരണമായത്. എന്നാൽ ഒരുവന്റെ മേൽ ദുരാത്മാവ് ബാധിച്ചാൽ അവൻ്റെ അവസ്ഥ വഷളായിത്തീരും. അവൻ്റെ ഗതി അധോഗതിയാണ്. ഒരു ദുരാത്മാവ് മാത്രം ഉള്ളിൽ വസിച്ചിരുന്ന ശൗൽ രാജാവിൻ്റെ സ്ഥിതി എത്ര ദയനീയമായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതല്ലോ. ആമേൻ. ലെഗ്യോൻ ബാധിച്ച ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന്റെ ജീവിതവും വളരെ ദയനീയമായിരുന്നു. ആമേൻ. സ്തോത്രം. ഹാലേലിയ. സാത്താൻ കടന്നപ്പോൾ അവൻ്റെ അനുഭവം വളരെ ദയനീയമായിരുന്നു. ക്രിസ്തുവുള്ളിൽ വാസം ചെയ്യുകയും ജീവിതത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരികയും ചെയ്തവർ ലോക ഇൻപങ്ങളിൽ കുടുങ്ങി പാപത്തിൽ വീഴുകയും അതിൽ തുടരുകയും ചെയ്താൽ ക്രിസ്തു ആ വ്യക്തിയെ വിട്ടുപോവുകയും അവൻ്റെ ഒടുവിലത്തെ സ്ഥിതി ഏറ്റവും പരിതാപകരമായി തീരുകയും ചെയ്യും എന്നും വചനം ആമേൻ അറിയിപ്പ് നൽകുന്നു. യോസഫിൻ്റെ ജീവിതം നമുക്ക് നല്ലൊരു മാതൃകയാണ്. പൊട്ടക്കിണറിലും അടിമവേലയിലും പോത്തിഫറിന്റെ കുടുംബവും കാരാഗ്രഹവും മറ്റ് കട്ടതയുടെ നടുവിൽ കൂടെ തൻ്റെ ആത്മീയ ജീവിതത്തെ കടത്തിവിട്ടു. എന്നാൽ അതിനകത്തു താൻ ഒരു കോട്ടവും തട്ടിയില്ല. തൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു കോട്ടവും വരുത്തുവാൻ ഇടവരാതെ തൻ്റെ കാരാഗ്രഹവാസമാകട്ടെ പോത്തിഫറിന്റെ ഭവനമാകട്ടെ പാപത്തിനിടം കൊടുക്കാതെ ദൈവ മഹത്വത്തിന് താൻ നിൽക്കുവാനിടയായി. ദൈവ ആലോചനകൾക്കൊത്തവണ്ണം, തൻ്റെ ദർശനങ്ങൾക്കൊത്തവണ്ണം, തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പിനും ഒത്തവണ്ണം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ അവൻ നിന്നു. ദൈവം അങ്ങനെയുള്ളവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുക തന്നെ ചെയ്യും. ആമേൻ. എക്കാലത്തും ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ ആരാധിച്ച ദാവീദിനെ ആടുകളുടെ നടുവിൽ നിന്നും രാജപദവിയിലേക്ക് ദൈവം കൊണ്ടുവന്ന് സ്ഥിതിയെ മാറ്റി. ഇന്ന് പ്രിയ ദൈവവൈതലേ, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നീ ഒരുക്കമാണോ? ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സകല ഭക്തന്മാരുടെ സ്ഥിതികൾക്കും ദൈവം ഭേദം വരുത്തിയിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്.
ആമേൻ. എത്രയോ ഭക്തന്മാരുടെ സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്തി. ആമേൻ. ദാനിയേലിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുവാനിടയായി. ഇയ്യോബിന്റെ ജീവിതം നോക്കൂ. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്ന്, ഇനി ഒരിക്കലും തിരിച്ചു വരുവാൻ ആമേൻ സ്തോത്രം കഴിയത്തില്ല. മരിച്ചുപോയ മക്കൾ ഇനി മടങ്ങി വരത്തില്ല. നഷ്ടപ്പെട്ടു പോയ, തകർന്നു പോയ തൻ്റെ എല്ലാ സമ്പത്തുകളും ആടുമാടുകളൊന്നും ഇനി മടങ്ങി വരത്തില്ല. ഇനി മരണമല്ലാതെ മറ്റൊന്നും ആമേൻ തൻ്റെ മുന്നിലില്ല എന്ന് താൻ നനച്ചിരിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ തനിക്കൊന്ന് പറയുവാനുണ്ട്. യഹോവേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ആമേൻ സ്തോത്രം ഞാൻ അറിയുന്നു എന്നുള്ള ആ പ്രത്യാശ തന്നിലുണ്ടായിരുന്നു. തൻ്റെ ബലഹീനത സ്തോത്രം താൻ നോക്കാതെ, തൻ്റെ നഷ്ടങ്ങളും തൻ്റെ വേദനകളും തൻ്റെ നിന്ദകളും പരിഹാസങ്ങളും നോക്കാതെ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് ഇയ്യോബിനുണ്ടായിരുന്നു. പ്രിയ ദൈവപൈതലേ, ഇന്ന് പ്രഭാതം ആമേൻ സ്തോത്രം ആമേൻ സ്നേഹിതർക്ക് വേണ്ടി കരുതുകയും സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിതർക്ക് വേണ്ടി കൈത്താങ്ങുകയും ചെയ്യുന്ന നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റുവാനിടയാകും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേലിൽ നിന്നും ആമേൻ ഹല്ലേലൂയ സിയോനിൽ നിന്നും ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് 53-ാം സങ്കീർത്തനത്തിൽ പാടുമ്പോൾ ആമേൻ ഇന്ന് പ്രഭാതം പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേ കുഞ്ഞെ, നിന്റെ സ്ഥിതി, ഈ വചന സന്ദേശം ശ്രവിക്കുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. നിങ്ങളുടെ തലമുറകളുടെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകും. നിങ്ങളുടെ ആരാധനകൾക്ക് മാറ്റമുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും മാറ്റമുണ്ടാകും. നിങ്ങളുടെ ഭൗതിക നന്മകൾക്കും നിങ്ങളുടെ ഉപജീവന മാർഗത്തിനകത്തും ഒരു മാറ്റം ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു? ആമേൻ സ്തോത്രം. ആനന്ദിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കാമോ? വിശുദ്ധിയോടുകൂടെ നിൽക്കാമോ? അതേ, സിയോനിൽ നിന്നും ആമേൻ ഒരു നന്മ വരും, ആമേൻ ഒരു രക്ഷ വരും ഉറപ്പായിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. രൂത്ത് പറയുന്നു, എൻ്റെ ജനത്തെ യഹോവ സന്ദർശിച്ചു, ആഹാരം കൊടുത്തിരിക്കുന്നു. മോവാബ് ദേശത്തിൽ വെച്ച് തൻ്റെ ജനത്തിനെ സന്ദർശിച്ച ദൈവ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ ആമേൻ ദൈവിക മഹത്വം തൻ്റെ ദർശനത്തിൽ താൻ കണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഇന്ന് പകലിൽ ആമേൻ പരിശുദ്ധാത്മാ പറയുന്നു, ആരെയൊക്കെയോ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. നിന്റെ സ്ഥിതികൾക്ക് ഭേദം വരുവാൻ പോവുകയാണ്. ഇന്ന് പറയാമോ, എൻ്റെ സ്ഥിതിക്ക് ഭേദം വരട്ടെ. ആമേൻ. എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരട്ടെ. എൻ്റെ തലമുറയുടെ സ്ഥിതികൾക്ക് ഭേദം വരട്ടെ. എൻ്റെ ആലയത്തിൻ്റെ സ്ഥിതികൾക്ക് ഭേദം വരട്ടെ. എൻ്റെ ആമേൻ വിശ്വാസ മക്കളുടെ സ്ഥിതികൾക്ക് ഭേദം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കട്ടെ. അവരുടെ ആമേൻ ജീവിതത്തിൽ ആനന്ദം വർദ്ധിപ്പിക്കട്ടെ. ഉപജീവനങ്ങൾ ആമേൻ സ്തോത്രം, പുതുവഴികൾ ആമേൻ ഹല്ലേലൂയ, സകല നന്മകളും ആമേൻ ദൈവിക സന്ദർശനത്തിൽ കൂടെ വെളിപ്പെടേണ്ടതിനായി ഇന്ന് പ്രഭാതം ആമേൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നതാ. ഇന്ന് പ്രഭാതം ഇയ്യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതുപോലെ തനിക്ക് മുമ്പുണ്ടായിരുന്നത് കർത്താവെയൊക്കെ യഹോവ ഇരട്ടിയായി കൊടുത്തതുപോലെ ഈ ദിവസങ്ങൾ സ്തോത്രം ഹല്ലേലൂയ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവിക സന്ദർശനം തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവർ, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ച് രോഗശയ്യയിലായിരിക്കുന്നവർ, വഴിയമ്പലങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, തലമുറകളെ ഓർത്ത് കരയുന്നവർ, അവരുടെ മാനസാന്തരത്തിനെ ഓർത്ത് കരയുന്നവർ, അവരുടെ ഭാവികളെ ഓർത്ത് കരയുന്നവർ, കർത്താവേ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി കരയുന്നുവോ ഒരു ദൈവിക സന്ദർശനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി ആമേൻ സിയോനിൽ നിന്ന് കർത്താവേ ഇസ്രായേലിൻ്റെ രക്ഷ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി, തൻ്റെ ജനം സന്തോഷിക്കേണ്ടതിനായി, ആനന്ദിക്കേണ്ടതിനായി ഇന്ന് പ്രഭാതം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യും. മകത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ.
താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.